നമസ്കാരം, റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് സ്വാഗതം. കോഴി കച്ചവടത്തിൽ നിന്ന് കോടികളുടെ ആത്മീയ ബിസിനസ് മേഖലയിലേക്ക് വളർന്നു പന്തലിച്ച ഒരു സ്വയം പ്രഖ്യാപിത ദൈവത്തിനോടൊപ്പമാണ് ഇന്നത്തെ സുപ്രീം കോടതി പോലും നിലനിൽക്കുന്നത്. സദ്ഗുരുവിന്റെ കേസിൽ സുപ്രീം കോടതി നേരിട്ടെത്തുമ്പോൾ അതിൽ അസ്വാഭാവികതയൊന്നും നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ നിങ്ങളെ തിമിരം ബാധിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. എന്താണ് സംഭവമെന്ന് മനസ്സിലാക്കാത്തവർക്ക് അതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞു തരാം. സദ്ഗുരു ജഗ്ഗി വാസുദേവിന്റെ കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷനെതിരായ പോലീസ് നടപടി തടഞ്ഞ് സുപ്രീം കോടതി രംഗത്തെത്തിയിരിക്കുകയാണ്. സൈന്യത്തെയോ പോലീസിനെയോ ഇത്തരമൊരു സ്ഥാപനത്തിൽ പ്രവേശിപ്പിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയാണ് നടപടി താൽക്കാലികമായി തടഞ്ഞിരിക്കുന്നത്. മദ്രാസ് ഹൈക്കോടതിയുടെ പരിഗണനയുള്ള ഹർജി സുപ്രീം കോടതി സ്വമേധയാ മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് നടപടികൾ തടഞ്ഞത്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാനും ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. യുവതികൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആശ്രമത്തിലെത്തിയതെന്ന് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇഷ ഫൗണ്ടേഷനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തങ്കി സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. കേന്ദ്രത്തെ പ്രതിനിധീകരിച്ച് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത മദ്രാസ് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിക്കും മുമ്പ് കൂടുതൽ സൂക്ഷ്മത പുലർത്തേണ്ടതായിരുന്നുവെന്നും പറഞ്ഞു. ഇപ്പോൾ സദ്ഗുരുവിന്റെ കേസ് സുപ്രീം കോടതി വരെ എത്താനുള്ള കാരണം ഒരു പിതാവാണ്. തന്റെ പെൺമക്കളായ ഗീത കാമരാജ്, ലത കാമരാജ് എന്നിവർ യോഗ സെന്ററിൽ അടിമകളായി ജീവിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് മുൻ പ്രൊഫസറായ ഡോക്ടർ S കാമരാജ് സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിച്ച് മദ്രാസ് ഹൈക്കോടതിയാണ് ഉത്തരവിട്ടത്. ഫൗണ്ടേഷനെതിരെ രജിസ്റ്റർ ചെയ്ത എല്ലാ ക്രിമിനൽ കേസുകളും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു നിർദ്ദേശം വന്നത്. അഡീഷണൽ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള 150 ഉദ്യോഗസ്ഥരടങ്ങുന്ന പോലീസ് സംഘമാണ് പരിശോധനയ്ക്കെത്തിയത്. പെൺമക്കൾ കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷനിൽ തടവിലാക്കപ്പെട്ടെന്നും സംഘടന ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്ത് സന്യാസിമാരാക്കി കുടുംബവുമായുള്ള ബന്ധം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നതെന്നും പരാതിക്കാരൻ ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം സ്വന്തം മകൾ വിവാഹിതയായി ജീവിക്കുമ്പോൾ മറ്റു യുവതികളെ സന്യാസത്തിന് നിർബന്ധിക്കുന്നത് എന്തിനാണെന്നാണ് ഇഷ ഫൗണ്ടേഷന്റെ സ്ഥാപകനും ആൾ ദൈവവുമായ സദ്ഗുരു ജഗ്ഗി വാസുദേവനോട് കോടതി ചോദിച്ചത്. കോയമ്പത്തൂരിലെ വെള്ളിയാങ്കരി താഴ്വരയിലുള്ള സംഘടനയുടെ യോഗ സെന്ററിൽ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നുവെന്നാണ് യുവതികളുടെ വാദം. അച്ഛനമ്മമാരെ ഉപേക്ഷിച്ച് എന്ത് ആത്മീയത എന്നാണ് യുവതികളോട് കോടതി ചോദിച്ചത്. ഇക്കാര്യത്തിൽ ആഴത്തിലുള്ള അന്വേഷണം വേണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സമ്പൂർണ്ണ നീതി ഉറപ്പാക്കാനുള്ള 226-ാം അനുച്ഛേദം പ്രയോഗിക്കുന്നതായും കോടതി വ്യക്തമാക്കി കഴിഞ്ഞു. സദ്ഗുരു ആരാണ്? സദ്ഗുരു എന്ന് പറയാം. സദ്ഗുരു ആ പേര് ഇന്ത്യക്കാരെ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇഷ ഫൗണ്ടേഷന്റെ ചെയർമാൻ, ഇന്ത്യയിലെ ആത്മീയ ബിസിനസിന്റെ മറ്റൊരു തലവൻ, ഇന്ന് പ്രസിദ്ധനായ ഒരു സന്യാസിയും യോഗ ഗുരുവും ഒക്കെയാണ് ജഗ്ഗി വസുദേവ്. ജഗ്ഗി സ്വയം വിളിക്കുന്ന പേര് സദ്ഗുരു എന്നാണ്. മാൻ മിസ്റ്റിക് എന്നാണ് അതിന് ഇഷ ഫൗണ്ടേഷൻ നൽകിയ ആഖ്യാനം. 1957 ഇന്ത്യയിലെ മൈസൂരിൽ കുടിയേറി പാർത്ത ഒരു തെലുങ്ക് കുടുംബത്തിൽ ജനിച്ച ജഗദീഷ് വാസുദേവ് എന്ന ജഗ്ഗി കുടുംബത്തിലെ 4 കുട്ടികളിൽ ഏറ്റവും ഇളയവനായിരുന്നു. അച്ഛൻ ഇന്ത്യൻ റെയിൽവേയിലെ ഒരു നേത്രരോഗ വിദഗ്ധനാണ്. അമ്മ ഒരു വീട്ടമ്മയും. അച്ഛൻ റെയിൽവേയിലായിരുന്നതിനാൽ തന്നെ ഇടയ്ക്കിടെ താമസ സ്ഥലം മാറിക്കൊണ്ടിരുന്ന കുട്ടിക്കാലമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പല നാടുകൾ കണ്ട് പല ഭാഷകൾ പഠിച്ചാണ് ജഗ്ഗി വളർന്നത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ജഗ്ഗി മൈസൂർ സർവകലാശാലയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടുന്നു. തുടർന്ന് പഠിക്കാതെ ആദ്യം കൈവയ്ക്കുന്നത് കോഴി വളർത്തലാണ്. സ്വന്തമായി പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യമായിരുന്നു കോഴി കച്ചവടത്തിലേക്ക് അദ്ദേഹം കയറി ചെല്ലാനുള്ള കാരണം. കോഴി കച്ചവടം ഒരുവിധം പച്ച പിടിച്ച് വരുമ്പോഴാണ് തന്റെ 25-ാമത്തെ വയസ്സിൽ ജഗ്ഗിക്ക് ചാമുണ്ഡി ഹിൽസിന്റെ മുകളിൽ ധ്യാനത്തിലിരിക്കെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. ഇതാണ് വിക്കിപീഡിയ പറയുന്ന കഥ. ആ ധ്യാനമാണത്രേ അയാളിൽ ആത്മീയതയുടെ വിത്തെറിഞ്ഞത്. 6 ആഴ്ചയ്ക്കകം തന്റെ ബിസിനസ് സുഹൃത്തിനെ ഏൽപ്പിച്ച് സ്വന്തം സ്വത്വം തേടി അയാൾ അലഞ്ഞു. ഏതാണ്ട് 1 വർഷക്കാലം ധ്യാനം, യോഗ തുടങ്ങിയവയിൽ നടത്തിയ അന്വേഷണങ്ങൾക്ക് ശേഷം ജഗ്ഗി യോഗ പഠിപ്പിക്കാനും തനിക്കുണ്ടായ ആധ്യാത്മിക വെളിപ്പാട് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും തീരുമാനിച്ചു. 1989 ജഗ്ഗിയുടെ ആദ്യത്തെ യോഗ ക്ലാസ് മൈസൂരിൽ ആരംഭിക്കുന്നു. വെറും 7 പേരായിട്ടാണ് അത് തുടങ്ങുന്നത്. പോകെ പോകെ ഹൈദരാബാദ് മുതൽ മൈസൂർ വരെയുള്ള നിരവധി പട്ടണങ്ങളിൽ തന്റെ മോട്ടോർ സൈക്കിൾ സഞ്ചരിച്ചുകൊണ്ട് നിരവധി യോഗ ക്ലാസുകൾ ജഗ്ഗി നടത്തുന്നു. അതിനിടെ വിജയകുമാരി എന്ന യുവതി അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. 1997 കോയമ്പത്തൂരിൽ ആശ്രമത്തിൽ വെച്ച് ജഗ്ഗിയുടെ ജീവിതത്തെ പിടിച്ചുലച്ച മറ്റൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. പത്നി വിജയകുമാരിയുടെ മരണമായിരുന്നു അത്. അവർ മഹാസമാധി അണയുകയായിരുന്നു എന്നാണ് ജഗ്ഗിയും സംഘവും അന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. എന്നാൽ ജഗ്ഗിയുടെ ആ വാക്കുകൾ വെള്ളം കൂട്ടാതെ വിഴുങ്ങാൻ അന്നാരും തയ്യാറായില്ല. ആ സമയത്ത് അച്ചടിച്ചു വന്ന ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ ഒരു റിപ്പോർട്ടർ കട്ടിങ്ങിൽ ജഗ്ഗിയുടെ മറ്റൊരു മുഖമാണ് നമുക്ക് നൽകുന്നത്. ഭാര്യയെ കൊന്നത് ജഗ്ഗിയാണെന്ന തരത്തിലായിരുന്നു ആ വാർത്ത.
അതിൽ ഗംഗണ്ണ എന്നു പേരായ ഒരു വൃദ്ധൻ ബാംഗ്ലൂർ സിറ്റി പോലീസിൽ നൽകിയ ഒരു പരാതിയെപ്പറ്റിയും പരാമർശിക്കുന്നുണ്ട്. തന്റെ മകൾ വിജി എന്ന് വിളിക്കുന്ന വിജയകുമാരിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് തനിക്ക് തന്റെ മരുമകനായ ജഗ്ഗിയെ സംശയമുണ്ട് എന്നാണ് ആ റിപ്പോർട്ടിൽ ഗംഗണ്ണയെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തത്. അദ്ദേഹം എക്സ്പ്രസിനോട് പറഞ്ഞത് തന്റെ അഭ്യർത്ഥന മാനിക്കാതെ താൻ ബാംഗ്ലൂരിൽ നിന്ന് ഓടിയെത്തുമ്പോഴേക്കും തന്നെ ഒരു നോക്ക് കാണിക്കാതെ തന്റെ സ്വന്തം മകളുടെ മൃതദേഹം ചിതയിൽ ദഹിപ്പിച്ചു കഴിഞ്ഞു എന്നാണ്. മരുമകൻ ജഗ്ഗി അങ്ങനെ പ്രവർത്തിച്ചത് മരണത്തിൽ അയാൾക്ക് പങ്കുള്ളതുകൊണ്ടാകാമെന്ന സംശയം ഗംഗണ്ണ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ കാരണം ആശ്രമത്തിലെ മറ്റൊരു യുവതിയുമായുള്ള ജഗ്ഗിയുടെ അവിഹിത ബന്ധത്തെ തന്റെ മകൾ ചോദ്യം ചെയ്തതാകാമെന്നായിരുന്നു പിതാവിന്റെ ആരോപണം. ഗംഗണ്ണയുടെ നിർദ്ദേശപ്രകാരമാണ് അന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാംഗ്ലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ ആ കേസ് പിന്നീട് കോയമ്പത്തൂർ പോലീസിന് കൈമാറിയിരുന്നു. കേസിന്റെ നൂലാമാലകളിലേക്ക് നോക്കുന്നതിന് മുൻപ് തന്നെയാണ് ജഗ്ഗി സദ്ഗുരുവായി വളർന്നു വന്നത്. ജഗ്ഗി വസുദേവ് എന്ന യോഗാ ഗുരു സദ്ഗുരു എന്ന ആധ്യാത്മികാചാര്യനായി മാറിക്കഴിഞ്ഞ കാലം കൂടിയായിരുന്നു അത്. സദ്ഗുരു തന്റെ പ്രവർത്തനങ്ങൾ താമസിയാതെ അമേരിക്കയിലേക്കും വ്യാപിച്ചു തുടങ്ങി. അപ്പോഴേക്കും മകളെ അവസാനമായി ഒരു നോക്ക് പോലും കാണാൻ അനുവാദം തരാത്ത മരുമകനോട് കലഹിച്ച് ആ പിതാവ് നൽകിയ കേസും ഭൂതകാലത്തിന്റെ ഓർമ്മകളായി തീർന്നിരുന്നു. കോഴി കച്ചവടക്കാരിൽ നിന്ന് ഇന്ത്യയിൽ ഏറെ വിറ്റഴിക്കപ്പെടുന്ന നല്ല മാർക്കറ്റുള്ള ആധ്യാത്മിക ബിസിനസ്സിലേക്ക് ചുവടുറപ്പിച്ചതോടെ ജഗ്ഗിയുടെ ജീവിതം പച്ച പിടിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് സദ്ഗുരു എന്ന ജഗ്ഗി വസുദേവിന്റെ ഇഷ ഫൗണ്ടേഷൻ ഒരു വലിയ സ്ഥാപനമായി വളർന്നിരിക്കുകയാണ്. പ്രൊജക്ട് ഗ്രീൻലാൻഡ്സ്, റാലി ഫോർ റിവേഴ്സ്, കാവേരി കാളിംഗ് എന്നീ പേരുകളിൽ നിരവധി പരിസ്ഥിതി പ്രൊജക്ടുകൾ ഇഷ ഫൗണ്ടേഷൻ നടത്തുന്നുണ്ട്. ഇഷ വിദ്യ എന്ന പേരിൽ ഗ്രാമീണ ഇന്ത്യയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഫൗണ്ടേഷന്റെ സ്വന്തമാണ്. സാധാരണ സന്യാസികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി സ്പോർട്സ് ജാക്കറ്റും കോട്ടും സൺഗ്ലാസസും ഒക്കെ ധരിച്ചുകൊണ്ട് സൂപ്പർ ബൈക്കുകളിൽ സഞ്ചരിച്ചുകൊണ്ട് പാശ്ചാത്യ ഉച്ചാരണ രീതിയിൽ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ജനങ്ങളെ കയ്യിലെടുക്കാൻ സദ്ഗുരു എന്ന ജഗ്ഗി വസുദേവിന് സാധിച്ചിട്ടുണ്ട്. ഇതാണ് അയാളുടെ വിജയവും. ജഗ്ഗി വസുദേവിന്റെ വേദികളിൽ ആത്മീയത മാത്രമല്ല ചില രാഷ്ട്രീയ പ്രസ്താവനകളും കടന്നു വരാറുണ്ട്. ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസൃതമായി തീവ്ര വലതുപക്ഷ സഖ്യത്തിനൊപ്പം നിൽക്കാനാണ് ജഗ്ഗി തീരുമാനിച്ചിരിക്കുന്നത്. ജഗ്ഗി വസുദേവ് അഥവാ സദ്ഗുരുവിന്റെ രാഷ്ട്രീയം വലതുപക്ഷത്തിനുമായി ചേർന്ന് പോകുന്ന ഒന്നുകൂടിയാണ്. ബാബരി മസ്ജിദിന്റെ തകർക്കലിനെ അനുകൂലിച്ച പ്രസ്താവനകൾ പുറപ്പെടുവിച്ചുള്ള ജഗ്ഗി ഗോവധ നിരോധനത്തെയും അനുകൂലിക്കുന്നവരിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ബാലക്കോട്ടിൽ ആക്രമണം നടന്നപ്പോൾ അതിനെതിരെയും അനുകൂലിച്ചിരുന്ന ഇദ്ദേഹം പിന്നീട് വന്ന GST, പൗരത്വ നിയമ ഭേദഗതി എന്നിവയും മോദി സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ ഇടപെടലിനെയൊക്കെ ആ രാഷ്ട്രീയ പശ്ചാത്തലം ഏറെ ഗുണകരമായി സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായി കാണുമല്ലോ. ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവുമായി ബന്ധമില്ലാത്തതിനാൽ താൻ ഒരിക്കലും രാഷ്ട്രീയ നിലപാട് എടുക്കില്ല എന്ന് പറയാറുണ്ടെങ്കിൽ പോലും മിക്കവാറും അത് ആർഷഭാരത സംസ്കാരത്തിൽ ഊന്നിയുള്ളതായിരിക്കും. അതിന് ജഗ്ഗി നിരന്തരം ശ്രമിക്കാറുമുണ്ട്. ഇഷ യോഗ ആശ്രമത്തിലെ ആദിയോഗി പ്രതിമ അനാവരണം ചെയ്യാൻ 2017 സദ്ഗുരു എത്തിച്ചത് സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെയാണ്. മോദിയെ പോലും കൊണ്ടുവരാൻ സാധിച്ചുവെങ്കിൽ എന്തായിരിക്കും ഈ ആത്മീയ ഗുരുവിന്റെ റേഞ്ച് എന്ന കാര്യം വ്യക്തമായി കാണുമല്ലോ. ആൾക്കൂട്ട കൊലപാതകങ്ങളെ പറ്റിയും ജഗ്ഗി വാസുദേവിന് കൃത്യമായൊരു നിലപാടുണ്ട്. ഇന്ത്യയിൽ ഗോവധ നിരോധന നിയമം വേണ്ടത്ര കർക്കശമായി നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഇവിടെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുമായിരുന്നില്ല എന്നാണ് ജഗ്ഗി പറഞ്ഞത്. പശുക്കൾ മനുഷ്യരെ പോലെ തന്നെയാണെന്നും അവയ്ക്ക് മനുഷ്യരെ പോലെ സങ്കടം വരുമെന്നും അവ കരയുമെന്നും ജഗ്ഗി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പശുക്കളെ കൊല്ലുന്നതും മനുഷ്യരെ കൊല്ലുന്നതും ഒരുപോലെ കുറ്റകരമാണ് എന്നാണ് ജഗ്ഗി പുരോഗമന ഇന്ത്യൻ സമൂഹത്തോട് വിളിച്ചു പറയുന്നത്. സദ്ഗുരു എന്ന ജഗ്ഗിയുടെ വാർത്ത ഇപ്പോൾ നിരന്തരം മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് എന്തുതന്നെയായാലും കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിശകലനവുമായി വീണ്ടും എത്താം. നന്ദി.